നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഒക്ടോബർ 7 ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ പൂർണ്ണമായും ഒരു വെടിനിർത്തൽ തന്നെയാണ് പല രാജ്യങ്ങളും അവിടെ ലക്ഷ്യമിടുന്നത്. ഏതായാലും ഹമാസും ഇപ്പോൾ അതിനോട് സമ്മതം മൂളിക്കൊണ്ട് വരുമ്പോൾ ഗാസയിലുള്ള പലസ്തീൻ നിവാസികൾക്കടക്കം ഇനി സമാധാനത്തിന്റെ നാളുകളായിരിക്കുമെന്ന് നമുക്കും പ്രത്യാശിക്കാം. യമനിലെ ഹൂതി ഗ്രൂപ്പും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തകർന്നത് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിനും ഈ സമയം തന്നെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വെടിനിർത്തൽ അവസാനിപ്പിക്കാനുള്ള ഹൂത്തികളുടെ തീരുമാനം പതാകയോ ഉടമസ്ഥാവകാശമോ പരിഗണിക്കാതെ ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ, പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിലുള്ള എല്ലാ കപ്പലുകൾക്കും ഗുരുതരമായ അപകട സാധ്യതകൾ നിലനിർത്തുന്നുവെന്ന് S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസ് പറയുന്നു. സെപ്റ്റംബർ 30 മെയ് മാസത്തിൽ സമ്മതിച്ച ഒരു വെടിനിർത്തൽ അവസാനിപ്പിക്കുകയാണെന്ന് US ബന്ധപ്പെട്ട ആസ്തികളെ ലക്ഷ്യം വെക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചത്. ഗ്രൂപ്പ് പരാമർശിച്ച കപ്പലുകൾ ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് പുനമ്പിൽ ചുറ്റി സഞ്ചരിച്ച് മാസങ്ങളായി ഈ മേഖലയെ ഒഴിവാക്കി കടന്നു പോയിട്ടുണ്ടെന്നും ഇത് ഉടനടി സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്നും വിദഗ്ധർ നിരീക്ഷിച്ചു. ചെങ്കടലും ബാബ് അൽ മന്ദാബ് കടലിടുക്കും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര ധമനികളിൽ ഒന്നാണ്. അസംസ്കൃത എണ്ണ, LNG, കണ്ടെയ്നർ കാർഗോ എന്നിവയുൾപ്പെടെ ആഗോള വ്യാപാരത്തിന്റെ 15% വരെ എല്ലാ വർഷവും സൂയിസ് കനാൽ വഴിയാണ് കടന്നുപോകുന്നത്. അതേസമയം പല ഓപ്പറേറ്റർമാരും ഇപ്പോൾ ഗുഡ് ഹോപ്പ് മുനമ്പിനെ സ്ഥിര റൂട്ടായി കണക്കാക്കുന്നു. ഷെഡ്യൂളുകളും ഇന്ധന സ്റ്റോപ്പുകളും വഴിതിരിച്ചുവിടൽ സ്വീകരിക്കുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ ആസൂത്രണം തടസ്സം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യക്ഷമതയ്ക്ക് ചിലവ് വരും. അതേസമയം ദീർഘയാത്രകൾ ഉണ്ടായിരുന്നിട്ടും കണ്ടെയ്നർ ചരക്ക് നിരക്കുകൾ കുറഞ്ഞു. ഡ്രൂറിയുടെ വേൾഡ് കണ്ടെയ്നർ സൂചിക അടുത്തിടെ ഒരാഴ്ചയിൽ 5% ഇടിഞ്ഞ് 40 അടി ബോക്സിന് $1669 2024 തുടക്കത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. കപ്പലിന്റെ ഓവർ സപ്ലൈ തടസ്സ പ്രീമിയങ്ങൾ ഓഫ്സെറ്റ് ചെയ്തതാണ് ഇതിന് കാരണം. പ്രതിസന്ധിയുടെ മൂർധന്യത്തിൽ ഒരു കപ്പലിന്റെ ഹൾ മൂല്യത്തിന്റെ 0.7% യുദ്ധ അപകട പരിരക്ഷ ഉയർന്നു. ഏകദേശം 0.3% നിന്നാണ് ഈ വർധനവ്. ചില ആശ്വാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അണ്ടർ റൈറ്റർമാർ US അല്ലെങ്കിൽ UK ബന്ധപ്പെട്ട കപ്പലുകളിൽ കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുന്നത് തുടരുന്നു. ഇത്തരം തടസ്സങ്ങൾ ഷിപ്പിംഗ് കമ്പനികളെ കേപ്പ് റൂട്ടിലേക്ക് കൂടുതൽ ദൂരം പോകാൻ നിർബന്ധിതരാക്കുന്നു. ഇത് 2 ആഴ്ച വരെ നീളുന്നു. ഇന്ധന ചെലവ് കുത്തനെ ഉയരുകയും ചെയ്യുന്നു. ഈജിപ്ത് ഇതിനകം തന്നെ അതിന്റെ ആഘാതം അനുഭവിച്ചു കഴിഞ്ഞു. കനാൽ വരുമാന നഷ്ടം 2024 ഏകദേശം $7 ബില്യൺ എത്തിയെന്ന് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് LCC പറഞ്ഞു. അതായത് ഓരോ മാസവും ഏകദേശം $800 ബില്യൺ. ഹൂത്തികൾ അവരുടെ പ്രസ്താവനകളിൽ US-ന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകളുടെയും പേരുകൾ പറയുന്നുണ്ടെങ്കിലും S&P ഡാറ്റ കാണിക്കുന്നത് ലക്ഷ്യം വയ്ക്കുന്നത് പലപ്പോഴും വിവേചനരഹിതമാണെന്നാണ്. 2024 മുതൽ ആക്രമണങ്ങളിൽ 37% മാത്രമേ വ്യക്തമായ US അല്ലെങ്കിൽ ഇസ്രായേലി ബന്ധങ്ങളുള്ള കപ്പലുകളെ ബാധിച്ചിട്ടുള്ളൂ. അതേസമയം 63% ആക്രമണങ്ങളിലും വ്യക്തമായ ബന്ധമില്ലാത്ത കപ്പലുകൾ ഉൾപ്പെടുന്നു. ഹൂത്തികൾ ഇറാനിയൻ ഇന്റലിജൻസ്, ഓപ്പൺ സോഴ്സ് ഡാറ്റ എന്നിവയെ ആശ്രയിക്കുന്നതിനാൽ കപ്പലിന്റെ തെറ്റായ തിരിച്ചറിയൽ ഉണ്ടാകുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ വെടിനിർത്തൽ അവസാനിച്ചതോടെ ഇപ്പോൾ ചെങ്കടൽ ഒരു ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായി തുടരുന്നു. അതേസമയം തന്നെ ഗാസയിൽ ഒരു സമാധാനമാണ് സംഭവിക്കുന്നത്. അതോടുകൂടി തന്നെ ഹൂത്തികളും അടങ്ങും. അല്ലെങ്കിൽ അടുത്ത ഒരു പടി എന്ന് പറയുന്നത് ഹൂത്തികൾക്ക് നേരെയുള്ള ആക്രമണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മരണത്തിന്റെയും ദുരിതത്തിന്റെയും ഭീതിജനകമായ അന്തരീക്ഷത്തിൽ 2 വർഷത്തോളം നീണ്ട യുദ്ധത്തിന്റെ കെടുതികൾ പേറി തളർന്ന ഗാസയുടെ മണ്ണിൽ ഇപ്പോൾ ശാന്തിയുടെ നേർത്ത വെളിച്ചം വീണിരിക്കുകയാണ്. നീണ്ടകാലത്തെ രക്തച്ചൊരിച്ചിലും കണ്ണീരിനും ശേഷം ഒരു ജനത കാത്തിരുന്ന സമാധാനത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന്റെ ശുഭസൂചനകളാണ് അന്താരാഷ്ട്ര രംഗത്ത് നിന്നും ഉയരുന്നത്. ഒരുപാട് അമ്മമാരുടെ നിലവിളികൾക്കും മക്കളുടെ നിസ്സഹായതയ്ക്കും തകർന്നുപോയ വീടുകളുടെ നിഴലിനും സാക്ഷ്യം വഹിച്ച ഈ മരുഭൂമിയിൽ പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നിർദ്ദേശത്തെ ഹമാസ് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തലുകൾക്കപ്പുറം ബന്ദികളെ മോചിപ്പിക്കാനും പോരാട്ടം പൂർണ്ണമായി അവസാനിപ്പിക്കാനുമുള്ള ഈ നിർണായക നീക്കം ഗാസയുടെ ഭാവിക്ക് ഒരു പുതിയ രൂപരേഖ നൽകിയേക്കാം.
പദ്ധതിയുടെ മറ്റു ഭാഗങ്ങളിൽ ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിലും ആയുധം താഴെ വെച്ച് എല്ലാ മനുഷ്യർക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാളെയെക്കുറിച്ചുള്ള സ്വപ്നം ഇപ്പോൾ വിദൂരമല്ല. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ നീക്കത്തെ പിന്തുണച്ച് രംഗത്തെത്തുമ്പോൾ സമാധാനത്തിനായി ദാഹിക്കുന്ന ഒരു ജനതയുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്ന ആ നിമിഷത്തിനായി ലോകം കാതോർക്കുകയാണ്. ഈ പോരാട്ടത്തിനൊടുവിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കില്ലായിരിക്കാം, എങ്കിലും ജീവനും ഭാവിക്കും വേണ്ടിയുള്ള പുതിയ പ്രതീക്ഷ ഗാസയിലെ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള നേതാക്കളും സംഘടനകളും അനുകൂല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്ന് തോന്നുന്നു എന്നാണ്. ബന്ദികളെ വേഗത്തിൽ മോചിപ്പിക്കുന്നതിനായി വ്യോമാക്രമണങ്ങൾ നിർത്താൻ അദ്ദേഹം ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ എല്ലാവരോടും നീതിപൂർവ്വം പെരുമാറും എന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പിലാക്കാൻ രാജ്യം തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രായേൽ സ്വന്തം തത്വങ്ങൾക്കും അമേരിക്കൻ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിനും അനുസൃതമായി പ്രവർത്തിക്കുമെന്നും പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു. ട്രംപിന്റെ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക പുരോഗതിയെ സ്വാഗതം ചെയ്തു. എക്സിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായക പുരോഗതി കൈവരിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബന്ദികളുടെ മോചനത്തിന്റെ സൂചനകൾ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുകയും അത് തുടരും. അടിയന്തര വെടിനിർത്തലിനുള്ള ട്രംപിന്റെ ആഹ്വാനത്തെ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് ഖത്തർ ഹമാസിന്റെ പ്രഖ്യാപനത്തെയും സ്വാഗതം ചെയ്തു. പദ്ധതി നടപ്പിലാക്കുന്നതിനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനും എല്ലാ കക്ഷികളെയും ഈ നീക്കം പ്രോത്സാഹിപ്പിക്കുമെന്നും ഈജിപ്തും പ്രത്യാശ പ്രകടിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയിലും സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് ഹമാസിന്റെ പ്രസ്താവനയെ പ്രോത്സാഹനജനകമെന്ന് പ്രശംസിക്കുകയും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസരം വിനിയോഗിക്കാൻ എല്ലാ കക്ഷികളെയും പ്രേരിപ്പിക്കുകയും ചെയ്തു. യൂറോപ്യൻ നേതാക്കളും നിർദ്ദേശത്തിന് ശക്തമായ പിന്തുണ അറിയിച്ചു. വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കലും ലഭ്യമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും അഭിപ്രായപ്പെട്ടു. ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് ഈ പദ്ധതിയെ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല അവസരം എന്നാണ് വിശേഷിപ്പിച്ചത്. ബ്രിട്ടന്റെ കെയർ സ്റ്റാമർ ഹമാസിന്റെ പ്രതികരണത്തെ ഒരു സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിശേഷിപ്പിക്കുകയും വേഗത്തിൽ നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ വികസനം ഗാസയിൽ ഉടനടി വെടിനിർത്തൽ സ്ഥാപിക്കുന്നതിനുള്ള അവസരം നൽകിയതായി തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഹമാസിന്റെ അനുകൂല നിലപാടിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ള സമാധാന ശ്രമങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്താരാഷ്ട്ര സമൂഹം. പദ്ധതിയുടെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് ചർച്ചകളും പ്രത്യേകിച്ചും ആയുധം താഴെയിടുന്നതുമായി ബന്ധപ്പെട്ട ഹമാസിന്റെ അന്തിമ തീരുമാനം ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിൽ നിർണായകമാക്കും.